യൂറോ കപ്പ് ഗ്രൂപ്പ് ഡിയിലെ അവസാന മത്സരത്തിൽ ഫ്രാൻസിനെ സമനിലയിൽ തളച്ച് പോളണ്ട്. ഓരോ ഗോൾ വീതമടിച്ചാണ് ഇരു ടീമുകളും സമനിലയിൽ പിരിഞ്ഞത്. സമനിലയോടെ ഫ്രാൻസ് പ്രീ ക്വാർട്ടറിൽ എത്തി. 2 പെനാൽറ്റികൾ പിറന്ന മത്സരം ഓരോ ഗോൾ വീതമടിച്ച് സമനിലയിലാണ് അവസാനിച്ചത്. പ്രീ ക്വാർട്ടർ ഉറപ്പിക്കാൻ സമനില മാത്രം മതിയായിരുന്ന ഫ്രാൻസും ടൂർണമെന്റിൽ നിന്ന് പുറത്തായ പോളണ്ടും തമ്മിലായിരുന്നു മത്സരം. ലെവൻഡോസ്കി എന്ന നായകന്റെ കീഴിൽ അഭിമാന പോരാട്ടത്തിനിറങ്ങിയ പോളണ്ട് മികച്ച രീതിയിലുള്ള പ്രകടനമാണ് മത്സരത്തിലുടനീളം കാഴ്ചവെച്ചത്. മറുപുറത്ത് രണ്ടാം മത്സരത്തിൽ ഇല്ലായിരുന്ന എംബാപ്പയുടെ നേതൃത്വത്തിലാണ് ഫ്രാൻസ് ഇറങ്ങിയത്. ആദ്യ പകുതിയിൽ ഇരു ടീമുകളും മികച്ച പ്രകടനം പുറത്തെടുത്തെങ്കിലും ഒന്നും ഗോളിൽ കലാശിച്ചില്ല. ഫ്രഞ്ച് നായകന് നിരവധി അവസരങ്ങൾ ലഭിച്ചുവെങ്കിലും ഗോൾ പിറന്നത് 54-ാം മിനിറ്റിലെ പെനാൽറ്റിയിലാണ്. ഡെംബലയെ യാക്കൂബ് കിവിയോർ വീഴ്ത്തിയതിനായിരുന്നു പെനാൽറ്റി. കിക്കെടുത്ത എംബാപ്പെ പന്തിനെ വലയിലെത്തിച്ചു. 74-ാം മിനിറ്റിൽ മറ്റൊരു പെനാൽറ്റിയിലൂടെ പോളണ്ട് മത്സരത്തിലേക്ക് തിരിച്ചെത്തി. ബോക്സിൽ വെച്ച് സുഡേസ്കിയെ ഒപ്പമെക്കാനോ വീഴ്ത്തിയതിന് ലഭിച്ച പെനാൽറ്റി പോളണ്ട് നായകൻ ലെവൻഡോസ്കി വലയിലെത്തിച്ചു. സമനിലയോടെ 3 കളികളിൽ നിന്ന് 1 ജയവും 2 സമനിലയുമടക്കം 5 പോയിന്റുമായി രണ്ടാം സ്ഥാനക്കാരായാണ് ഫ്രാൻസ് നോക്കൌട്ടിലേക്ക് പ്രവേശിച്ചത്. പ്രതിരോധത്തിന്റെ മികവും പോളിഷ് ഗോൾ കീപ്പർ ലൂക്കാസ് കൊറോപ്സ്കിയുടെ പ്രകടനവും ശ്രദ്ധേയമായി. സ്പോർട്സ് ഡെസ്ക്, ജനം.